ഗസയിൽ പോലും എത്രയോ യൂറോപ്യൻ സംഘടനകൾ തലയിലേക്ക് ബോംബ് വീണുകൊണ്ടിരിക്കുന്ന ആ ഇടങ്ങളിൽ ചെന്ന് അവിടുത്തെ ആളുകൾക്ക് മരുന്നും ഭക്ഷണവും കൊടുക്കാൻ പോയിട്ടുണ്ട്, അല്ലേ? പുന്നാരവിധങ്ങൾ പറയാ, ലോകാവസാനം വരുമ്പോ യൂറോപ്യരായിരിക്കും ലോകത്ത് മുൻപന്തിയിൽ നിൽക്കുന്നത്. അതൊരു ഹദീസാണ്, വലിയൊരു അത്ഭുതമാണത്. എന്ന് പറഞ്ഞാൽ ഭൗതികതയിൽ, സയൻസിൽ, ടെക്നോളജിയിൽ, ആസ്ട്രോണമിയിൽ, ഓഷ്യാനോഗ്രഫിയിൽ ഗസയിൽ പോലും എത്രയോ യൂറോപ്യൻ സംഘടനകൾ തലയിലേക്ക് ബോംബ് വീണുകൊണ്ടിരിക്കുന്ന ആ ഇടങ്ങളിൽ ചെന്ന് അവിടുത്തെ ആളുകൾക്ക് മരുന്നും ഭക്ഷണവും കൊടുക്കാൻ പോയിട്ടുണ്ട്, അല്ലേ? നമ്മുടെ സമൂഹത്തിലെ ആളുകൾ എത്തുന്നതിന്റെ മുമ്പ് യൂറോപ്യരായ ആളുകൾ ഫലസ്തീനിന്റെ കൊടി പിടിച്ച് പുതച്ചിട്ട് ആ നാട്ടിലേക്ക് പോയിട്ടുണ്ട്. ഇത് അവരുടെ ക്വാളിറ്റിയാണെന്ന് ആര് പറയാ? സ്വഹാബിയായ അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു. അവരിലെ മറ്റൊരു ഗുണം അംനഉഹും മിൻ ദുൽമിൽ മുലൂക്ക്. ഈ യൂറോപ്യരെ പോലെ അനീതിയെ വെച്ചുപുറപ്പിക്കാത്ത ആളുകൾ വേറെ ഉണ്ടാവില്ല. ബാക്കിയുള്ളവർ കുറെ സഹിച്ചു കൊണ്ടടക്കും. നമ്മുടെ നാട്ടിലാണെങ്കിലും അവരുടെ പ്രതിരോധം പോലെ ഒരു മനക്കരുത്ത്, അനീതിയെ വെച്ചുപുറപ്പിക്കില്ല. അത് ഭരണാധികാരിയാണെങ്കിൽ അവരെ പിടിച്ച് താഴെ ഇറക്കും. അനീതിയെ വെച്ചുപുറപ്പിക്കാത്ത ആളുകളാണ് യൂറോപ്യർ. അതുകൊണ്ടാണ് ലോകാവസാനമാകുമ്പോൾ അവർ സമൂഹങ്ങളുടെ മുൻനിരയിൽ വരുന്നത് എന്ന് മഹാനായ സ്വഹാബി അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു. ഞാൻ ഈ പറഞ്ഞത് സ്വഹീഹ് മുസ്ലിമിൽ കാണാൻ കഴിയും.